സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് മദ്രസയുടെ പ്രവേശനോത്സവമായിരുന്നു കേട്ടോ. മാസിമിനും നേരത്തെ തന്നെ റെഡിയായി പുറപ്പെട്ടിട്ടുണ്ട് മദ്രസയിലേക്ക്. അപ്പം പെരുന്നാളും ആറുനോൻപൊക്കെ കഴിഞ്ഞ് മദ്രസ ഇന്ന് വീണ്ടും തുറക്കുകയാണ്. അപ്പം ഞാനും കൂടി അവരുടെ കൂടെ മദ്രസയിലേക്ക്. ആദ്യ ദിവസമായതുകൊണ്ട് പുസ്തകങ്ങളൊന്നുമില്ല, പുസ്തകങ്ങൾക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. മഹറജാനുൽ ബിദായ എന്ന പേരിൽ ഒരു ബാനറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ മദ്രസ കേട്ടോ, ഹദിയുൽ കിറാം മദ്രസ, കരിങ്കപ്പാറ പള്ളിപ്പീടിക. ഞാനും ഈ മദ്രസയിൽ പഠിച്ചതാണ് കേട്ടോ. അന്ന് പക്ഷേ പഴയ ബിൽഡിംഗ് ആയിരുന്നു, പിന്നീട് ബിൽഡിംഗ് ഒക്കെ പുതുക്കി പണിതതാണ്. പരീക്ഷയിൽ പാസ്സായവരുടെ പേര് വിവരങ്ങളാണ് നോട്ടീസ് ബോർഡിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. മാസിൻ ഉച്ചക്ക് നേരത്തെ തന്നെ എത്തി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ദഫ് സ്കൗട്ട് ടീമിനും അധ്യാപകർക്കും ഒക്കെ കിട്ടിയ അംഗീകാരങ്ങളാണ് കേട്ടോ. കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള പുസ്തകങ്ങളൊക്കെ നേരത്തെ തന്നെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. സദർ മുഅല്ലിം സൈനുദ്ദീൻ മുസ്ലിയാർ പരീക്ഷയിൽ ജയിച്ചവരുടെ പേര് വിവരങ്ങളും അടുത്തതായി ഏത് ക്ലാസ്സിലാണ് ഇരിക്കേണ്ടതെന്നും ഒക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. മറ്റെല്ലാ അധ്യാപകരും സജീവമായിട്ട് തന്നെ കൂടെയുണ്ട്. മദ്രസ കമ്മിറ്റി ഭാരവാഹികളായ കുഞ്ഞു മുഹമ്മദ് ഹാജി, കെ പി ബാവ മാസ്റ്റർ, എൻ പി ബാപ്പു ഹാജി, കെ സി ബാവ ഹാജി, കെ സി മുഹമ്മദ്, കെ പി മുഹമ്മദ്, വലിയാവ കാക്ക എന്നിവരുടെ സാന്നിധ്യം വേദിയെ പ്രൗഢമാക്കി. കരിങ്കപ്പാറ മഹല്ല് മുദരിസ് അഷ്റഫ് ഹസനി വായക്കാട് ഉദ്ഘാടന പ്രസംഗവും ആദ്യ അഡ്മിഷന്റെ ഉദ്ഘാടനവും നടത്തി. നമ്മുടെ എല്ലാവരുടെയും മക്കളുടെയൊക്കെ പഠനത്തിലൊക്കെ ഉന്നത വിജയം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കളൊക്കെ നല്ല സ്വാലിഹീങ്ങളായ നല്ല സ്വഭാവ ഗുണമുള്ള മക്കളാക്കി തരട്ടെ. മാസി പിന്നെ മിഠായിയൊക്കെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ. പരിപാടി കഴിയുന്നതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നിരുന്നു. പ്രവേശനോത്സവ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് മാസി മീനും വീട്ടിലേക്ക് വന്നത് കേട്ടോ. മാസിയുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും, ബൈ.